എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുവാനും അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുവാനും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത്. നെഗറ്റീവ് എനർജി പലതരത്തിലുണ്ട്. ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒരു കാര്യവുമില്ലാതെ വീട്ടിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, ഇതൊക്കെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ്. അതിനെ ഇല്ലാതാക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുവാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കല്ലുപ്പാണ്. ഒരു കാരണവശാലും നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഉപയോഗിക്കരുത്. കടയിൽ നിന്ന് പുതിയത് വാങ്ങിച്ചിട്ട് വേണം ഉപയോഗിക്കുവാനായിട്ട്. അതെപ്രകാരമാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് കാണിക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയായിരിക്കണം. ഇതിനു വേണ്ടി ഉപ്പ് വാങ്ങിക്കേണ്ടത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ചയോ അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കണം. ഒരു സ്റ്റീൽ ബൗളിലോ അതല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ നിറച്ചും ഉപ്പ് കല്ല് എടുക്കുക. കുളി കഴിഞ്ഞ് വേണം ഇത് ചെയ്യുവാനായിട്ട്. ഇനി ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതിന് മുകളിലേക്ക് വിതറുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും പാചകത്തിന് ഉപയോഗിച്ച മഞ്ഞൾപ്പൊടി ആവരുത്. പുതിയ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചിട്ട് വേണം ഉപയോഗിക്കുവാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുങ്കുമമാണ്. കുങ്കുമവും നമ്മൾ ഉപയോഗിക്കുന്ന കുങ്കുമമാവരുത്. കടയിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിക്കുന്ന കുങ്കുമമായിരിക്കണം. കുങ്കുമവും ഇതിന് മുകളിലേക്ക് വിതറുക. ഇങ്ങനെ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഈ ഒരു ബൗൾ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്ന പൂജാമുറിയിലോ അതുമല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്തോ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ്. 4 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ കലക്കി ആരും ചവിട്ടാത്തിടത്തോ അതുമല്ലെങ്കിൽ ആറ്റിലോ തോട്ടിലോ ഇത് ഒഴുക്കി കളയാവുന്നതാണ്. ഇത് കളഞ്ഞിട്ട് ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കാതെ വന്ന് ആ ബൗള് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം കൈയും കാലും മുഖവും കഴുകുക. കുളിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ബൗളിൽ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു കാര്യം വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി. വിശ്വാസമില്ലാത്തവർ ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.